ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഒരിക്കൽ കൂടി ഞാനിന്ന് ഈ വാചകം ഓർത്തു. ഒരു യാത്രയിൽ കൂടെ കൂടിയ ഒരു യാത്രക്കാരിയുടെ കാത്തിരിപ്പിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ വിമലയെ ഓർത്തു, നൈനിറ്റാളിനെ ഓർത്തു. വിമലയുടെ കാത്തിരിപ്പിൻ്റെ കാരണക്കാരനായ സുധീർ കുമാർ മിശ്രയെ ഓർത്തു. 9 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ കാമുകനെ കാത്തിരിക്കുന്ന വിമല അവസാനമായി അയാൾ നൽകിയ മ്യൂസിക് നോട്ടുകൾ തുന്നിപ്പിടിപ്പിച്ച സ്വെറ്റർ അയാൾ വരും വരെ അയാൾക്ക് വേണ്ടി കാത്തുവയ്ക്കുന്ന വിമല. അയാൾ ഒപ്പിട്ട പുസ്തകത്തിൻ്റെ പുറംചട്ട നോക്കി നോക്കി അടർന്നു പോയിട്ടും കൈവിടാതെ മുറുകെ പിടിക്കുന്ന വിമല. കാത്തിരിപ്പിന് ഇതിലും മനോഹരമായ ഏത് ഭാഷയിലാണ് നമുക്ക് വർണ്ണിക്കാനാവുക? അതുപോലൊരു കാത്തിരിപ്പാണ് ഞാൻ ഇന്ന് അവളിലൂടെ കേട്ടത്. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ എനിക്ക് വിമലയുമായി കണക്ട് ചെയ്യാൻ തോന്നി. അപ്പോഴാണ് പണ്ടെപ്പോഴോ വായിച്ചു മറന്ന നൈനിറ്റാളിലെ കാത്തിരിപ്പുകളെ ഓർത്തത്. അച്ഛനെ നഷ്ടപ്പെട്ട് അച്ഛനെ കാത്തിരിക്കുന്ന ബുദ്ധു. എന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്കൊന്ന് കണ്ടാൽ മതിയെന്ന് ബുദ്ധു പറയുമ്പോൾ വളരെ പതുക്കെ സൗമ്യമായി വിമലയും പറയുന്നുണ്ട്, എനിക്കും ഒന്ന് കണ്ടാൽ മാത്രം മതി. അതാണ് കാത്തിരിപ്പുകൾ. അങ്ങനെയാണ്. ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. വളരെ വളരെ ചെറിയ ഒരു നൂലറ്റം പോലെയായിരിക്കും പ്രതീക്ഷകളുണ്ടാവുക. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് സ്വന്തമാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ കാത്തിരിപ്പുകളും. ആ വഴിയോരത്ത് വിമല നടന്നു പോകുമ്പോൾ കൂടെയുള്ള സ്കൂളൊക്കെ അടച്ച് എല്ലാവരും തിരിച്ചു പോയപ്പോൾ അവസാന കുട്ടി പോകുമ്പോൾ അവളുടെ കാമുകനെയും കൂടെ കാണുന്ന സമയത്താണ് വിമലയുടെ ഉള്ളു പിടയുന്നത്. അങ്ങനെ ഇറങ്ങി നടക്കുന്ന ആ നടത്തത്തിനിടയിലെ കാഴ്ചകളാണ് ബുദ്ധുവും സർദാർജിയൊക്കെ. സർദാർജിയും അങ്ങനെ തന്നെയാണ്. അവസാനമായി പലപ്പോഴായി നിഷേധിക്കപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് സർദാർജി. അങ്ങനെ നിഷേധിക്കപ്പെടുമ്പോൾ ആ നിഷേധിക്കപ്പെട്ട സ്നേഹത്തിന് മുന്നിൽ പറയുന്ന വാക്കുകളാണ്, പരിഭ്രമിക്കാൻ ഒന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞകലുമ്പോൾ ആ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവണം സ്നേഹം. 60 വർഷങ്ങൾക്കിപ്പുറവും ഈ ഒരു വാചകം ഓരോ മനുഷ്യരും ഹൃദയത്തിൽ ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ തീക്ഷ്ണതയുണ്ട് ആ വാക്കുകൾക്ക് എന്നാണ്. കാത്തിരിപ്പുകൾ മനോഹരമാണ് പ്രതീക്ഷകളോടൊപ്പം. അപ്പോൾ ഓരോ കാത്തിരിപ്പിൻ്റെയും അറ്റത്ത് ഒരു പ്രതീക്ഷയുണ്ടാവും. ആ പ്രതീക്ഷയിലേക്ക് എത്തുക അല്ലെങ്കിൽ എത്തും എന്നുള്ള ചിന്തയാണ് ഓരോ മനുഷ്യനെയും ജീവിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ട പ്രിയപ്പെട്ട കൂട്ടുകാരിയും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വളരെ യാദൃശ്ചികമായി സംസാരിച്ചു തുടങ്ങിയതാണ് ഞങ്ങൾ. സംസാരിച്ചിട്ടാണ് വിഷയം പല വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് കാത്തിരിപ്പ് എത്രത്തോളം തീവ്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. കണ്ണ് നിറഞ്ഞുപോയി. ഓരോ വാക്കുകളും ഓരോ വരികളും അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് നമ്മൾ കേട്ടപ്പോൾ ആ വാക്കുകളാണ് ഇന്നെന്നെ വിമലയെ ഓർമ്മിപ്പിച്ചത്, സർദാർജിയെ ഓർമ്മിപ്പിച്ചത്, മഞ്ഞിൻ്റെ കുളിരിനെ ഓർമ്മിപ്പിച്ചത്. താങ്ക് യു. ബൈ ബൈ.